കാലങ്ങളിൽ പെരിനാറ്റൽ ഡിപ്രഷനോ സൈക്കോസിസോ അനുഭവപ്പെടുമ്പോഴെല്ലാം ഇതെല്ലാം പെണ്ണുങ്ങൾക്ക് വരുന്ന സാധാരണ പേറ്റുചെന്നിയാണെന്ന് പറഞ്ഞ് അവഗണിച്ചു കളഞ്ഞ എണ്ണമറ്റ കേസുകളുണ്ട് കേരളത്തിൽ. മാത്രമല്ല, സ്വന്തം അനുഭവങ്ങളിൽ വരാത്തവർക്ക് ഇതെല്ലാം വെറും കെട്ടുകഥകളും കുഞ്ഞുങ്ങളെ നോക്കാനുള്ള മടി കൊണ്ടുള്ള അഭിനയമാണെന്ന് വരെ പറഞ്ഞു കളയും. ഇത്തരത്തിൽ തന്റെ ഒരു സഹോദരിയുടെ 3 പ്രസവങ്ങളിലും പേറ്റുചെന്നി എന്ന് വിളിച്ചു പോകുന്ന പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് നേരിൽ കണ്ടുനിന്ന് പിന്നീട് ആരോഗ്യമന്ത്രിയായ ഒരാളുണ്ട് കേരളത്തിൽ. എന്നിട്ട് മന്ത്രി ഇക്കാര്യത്തിൽ ഒന്നും ചെയ്തില്ലേ എന്ന ചോദ്യം ഉയരുക സ്വാഭാവികം. ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ പദ്ധതി പഠിച്ചു നടപ്പിലാക്കാൻ ഒരുങ്ങിയതിന്റെ പിറ്റേ മാസം അതിലും വലിയ മഹാമാരി കേരളത്തെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന വിഷയത്തിൽ ഒരു സർക്കാർ അടിയന്തരമായി സ്വീകരിക്കേണ്ട, നടപ്പിലാക്കാൻ കഴിയുന്ന വിവിധ വശങ്ങളെക്കുറിച്ച് കേരളത്തിന് സുപരിചിതയായ കെ ശൈലജ തന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നു. ടീച്ചർ, പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് അതുപോലെ പ്രീപാർട്ടം സൈക്കോസിസ് ഇതിൽ ബാധിച്ച സ്ത്രീകൾ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരു പ്രവണതയും അതിനെ തുടർന്ന് അവർക്ക് 302 ചാർത്തി കേസുകളിൽ അകപ്പെടുകയും വിചാരണ നേരിട്ട് ജയിലുകളിൽ അകപ്പെടുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ ഇൻഫൻറ്റിസൈഡ് ആക്ട് ഇല്ല എന്നുള്ളതാണ്. നമുക്കങ്ങനെ നിയമം ഇല്ല എന്നുള്ളത് ഒരു വീഴ്ചയായിട്ട് ചൂണ്ടിക്കാണിക്കും. അപ്പോൾ അതേ തുടർന്നുള്ള എത്ര അമ്മമാരെ ഇത്രയും വർഷത്തിനിടയിൽ ജയിലുകളിലെത്തി അല്ലെങ്കിൽ ശിക്ഷ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളൊരു അന്വേഷണത്തിനിടയിലാണ് ഞാൻ നമ്മുടെ ബംഗളൂരു നിംഹാൻസിലെത്തുന്നത്. അപ്പോഴാണ് അവിടെ എത്തുമ്പോഴാണ് ടീച്ചറുടെ ഒരു കയ്യൊപ്പ് അവിടെയും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ടീച്ചർ അത് പിന്നീട് എന്തുകൊണ്ടത് ആ ഇംപ്ലിമെൻറ്റേഷൻ നടത്തിയത് പിന്നീട് എന്തുകൊണ്ടാണത് നമുക്കൊരു വലിയ വ്യാപ്തി അല്ലെങ്കിൽ ഒരു വലിയ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു, വലിയൊരു സാധ്യതകൾ ഇല്ലാതായി പോയത്? അതെ, ഞാൻ മിനിസ്റ്ററായ സമയത്ത് ആരോഗ്യ മേഖലയിൽ സമൂലമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ആഗ്രഹിച്ചിരുന്നത്. അതിൽ എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ട് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളെല്ലാം അറിയുന്നത് പോലെ കാലാവസ്ഥ പ്രശ്നങ്ങളും മറ്റ് ഇൻഫെക്ഷ്യസ് ഡിസീസ് അതൊക്കെ ചേർന്നുകൊണ്ട് ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറച്ച് സമയം കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ പോസ്റ്റ്മോർട്ടം ആൻഡ് പ്രീപാർട്ടം ഡിപ്രഷൻ അത് മനസ്സിലാക്കുന്നതിന് ഞങ്ങൾ ശ്രമിച്ചത് ഞങ്ങളുടെ ഒരു ഗോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് കേരളത്തിലെ ഇൻഫാൻ്റ് ആൻഡ് ചൈൽഡ് ഡെത്ത് അത് കുറച്ച് കൊണ്ടുവരിക, മോർട്ടാലിറ്റി കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതും മെറ്റേണൽ മോർട്ടാലിറ്റി കുറക്കുക എന്നുള്ളതും ഞങ്ങൾ ലക്ഷ്യമായിട്ട് എടുത്തിരുന്നു. ആ ലക്ഷ്യം വളരെ നന്നായിട്ട് നിറവേറ്റിയിട്ടുണ്ട്. അതിനൊരുപാട് കമ്പോണൻ്റ് ഉണ്ട്. നമ്മൾ വെറുതെ അങ്ങനെ ഒരു അവയർനെസ് ക്യാമ്പയിൻ നടത്തിയതുകൊണ്ട് മാത്രം തീരുന്നൊരു പ്രശ്നമല്ല. ആരോഗ്യവകുപ്പ് നേരിട്ട് ഇടപെടേണ്ടുന്ന ഒട്ടേറെ വിഷയങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അവസ്ഥയിലുണ്ടാകുന്ന അസ്വസ്ഥതകളുണ്ട് സ്ത്രീകൾക്ക്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കൂട്ടുകുടുംബം എല്ലാം പോയി അണുകുടുംബമൊക്കെ വന്നതിന് ശേഷം, ഒരു അറ്റോമിക് ഫാമിലിയൊക്കെ വന്നതിന് ശേഷം പെൺകുട്ടികൾ ചിലപ്പോൾ അത്രയൊരു ഇഷ്ടമോ അല്ലെങ്കിൽ ഒരു ധൈര്യമോ കാണിക്കാത്തൊരവസ്ഥ ചില കേസുകളിൽ ഉണ്ടായിട്ടുണ്ട്. പ്രഗ്നൻസി എന്തോ ഭയപ്പെടേണ്ട ഒന്നാണ് എന്നുള്ളത് മാരീഡ് ആയിട്ടുള്ള കുട്ടികൾ പോലും അങ്ങനെ ഭയപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കുറയ്ക്കുന്നതിനുള്ള കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കണ്ടിരുന്നത്. അത് പ്രഗ്നൻ്റ് ആയ സമയം മുതൽ നമ്മളതിന് ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നു നമ്മുടെ ഗൈനക്കോളജിസ്റ്റുമാരുടെ അടുത്തൊക്കെ വരുമ്പോൾ, പിന്നെ എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കണമെന്നുള്ള നിർദ്ദേശമാണ് പ്രധാനമായിട്ടൊന്ന് നൽകിയിരുന്നത്. ഇത് പ്രസവ സമയത്തും പ്രസവിച്ചതിന് ശേഷവും വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ കാണിക്കുന്നവരുമുണ്ട്. അതാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്, ഒരു സൈക്കോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് ഈ കുട്ടികൾ, സ്ത്രീകൾ അതുവരെ വളരെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ട അല്ലെങ്കിൽ വളരെ ശ്രദ്ധ ലഭ്യമായി വളർന്ന പെൺകുട്ടികളാണെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ താൻ ആ ഒരു ശ്രദ്ധയിൽ നിന്ന് മാറിപ്പോകുന്നു. അത് എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാരണമാണ്. ഇനി അത് മാത്രമല്ല, അകാരണമായിട്ടുള്ള ഭയം, തൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു സുഖകരമല്ലാത്തൊന്ന് സംഭവിച്ചിരിക്കുന്നു. അതേസമയത്ത് ഇതിനെ വളരെ പോസിറ്റീവായിട്ട് എടുത്ത് ആക്സെപ്റ്റ് ചെയ്ത് വലിയ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന പെൺകുട്ടികളും ഉണ്ട്, അമ്മമാരും ഉണ്ട്. പക്ഷേ മാനസികാവസ്ഥയെ അടിസ്ഥാനമാക്കിയിട്ടാണ് അത് നിൽക്കുക. അപ്പോൾ ചില പെൺകുട്ടികൾ പ്രസവിച്ചാൽ കുഞ്ഞിന് മുല കൊടുക്കാൻ പോലും തയ്യാറാവില്ല. കുട്ടിയെ അടുത്ത് കൊണ്ടുപോകുമ്പം തന്നെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നവരുണ്ട്. അത് ചെറിയ തോതിലുള്ളവരുണ്ട്, അത് വളർന്ന് വലുതായി. എൻ്റെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് മുൻപാണ്, കുറച്ചും കൂടി മുൻപ്, എന്നെക്കാളും ചെറിയ വയസ്സിന് മാത്രമേ ഒരാളായിരുന്നു. അവൾ പ്രസവിച്ചാലെല്ലാം അവൾക്ക് മാനസിക അസ്വസ്ഥ ഉണ്ടാകും. ഓരോ പ്രസവത്തിൻ്റെ സമയത്തും കുറേ നാൾ വലിയ ബുദ്ധിമുട്ട് അത് ഇങ്ങനെ പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു.
അത് ശരിക്കും നാട്ടിൻപുറത്തെ സ്ത്രീകളെല്ലാം പറയുന്നത് പ്രസവിച്ചതിൻ്റെ ഭാഗമായിട്ട് ഭ്രാന്തായി എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് വരും. അത്രത്തോളം ഒന്നുമില്ലെങ്കിലും അത് കുഞ്ഞിനെ നശിപ്പിക്കുന്നിടത്തേക്കെത്താം, സ്വയം നശിക്കുന്നതിലേക്കെത്താം. എന്തോ ഒരു അസ്വസ്ഥതയാണ്, ഇതൊരു ശരിയല്ലാത്ത അവസ്ഥയാണ് എന്ന് കരുതി ചിലപ്പോൾ കുഞ്ഞിനെ കൊല്ലും. ചിലപ്പോൾ ആത്മഹത്യ ചെയ്ത അനുഭവം ധാരാളമായിട്ട് വരികയാണ്. അപ്പോഴും ഈ മോർട്ടാലിറ്റി റേറ്റ് നമുക്ക് കൂടുകയാണ്. അപ്പോൾ ഇതിനെന്താണ് പരിഹാരം? അപ്പോൾ ഇതിന് നല്ല പരിചരണവും കൗൺസിലിങ്ങും അല്ലാതെ വേറെ പരിഹാരമില്ല. പിന്നെ മെഡിസിൻ അപൂർവമായിട്ടേ ഉപയോഗിക്കേണ്ടതുള്ളൂ. ചിലർ ഈ മാനസികാസ്വാസ്ഥ്യത്തിൻ്റെ മരുന്നെല്ലാം കൊടുത്ത് പിന്നെ കുഞ്ഞിന് പാൽ കുടിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അമ്മയ്ക്ക് ശരീരമെല്ലാം വലിയ തോതിൽ വീർത്ത് നീരൊക്കെ കെട്ടിയിട്ടാകെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരും. അതുകൊണ്ട് വളരെ ഒരു സംയമനത്തോടു കൂടിയുള്ള ഇടപെടൽ, സ്നേഹപൂർണ്ണമായ പരിചരണം, പരിഗണന, ഇതൊക്കെ കൊടുത്തുകൊണ്ടാണ് നമുക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിയുക. ഇനിയൊരു കാരണമുള്ളത് അറിയാതെ ഗർഭിണിയായി പോകുന്ന പാവപ്പെട്ട പെൺകുട്ടികളാണ്. ഒരുപക്ഷെ ഒരു റേപ്പിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയെല്ലാം വരുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ കോൺസിക്വൻസ് അറിയാതെ ചിലപ്പോൾ ബന്ധുക്കളോടൊക്കെ ഇടപെടുന്നതിൻ്റെ ആ പ്രായത്തിലുള്ള ആ പെൺകുട്ടിയുടെ തീരുമാനം എടുക്കാൻ പ്രാപ്തമല്ലാത്ത സമയത്ത് പെൺകുട്ടികളെ ഉപദ്രവിക്കുന്ന സെക്ഷൽ ഹരാസ്മെൻറ്റ് ധാരാളമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അത് ചിലപ്പോൾ കുഞ്ഞു പോലും അറിയില്ല, പ്രഗ്നൻ്റ് ആണെന്ന് അറിയില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ കുറച്ച് വാർത്തകൾ വന്നു, വയറുവേദനയായിട്ട് ആശുപത്രിയിൽ പോയി പ്രസവിച്ചു എന്നൊക്കെ പറയുന്നത്. അത് ശരിക്കും ആ പെൺകുട്ടിയുടെ ശരീരത്തിനോടും മനസ്സിനോടും നടത്തിയ കടന്നാക്രമണമാണ്. അവൾക്ക് വ്യക്തതയില്ലാത്തൊരു പ്രായത്തിൽ അത് മനസ്സിലാവുന്നില്ല. ഇനി മനസ്സിലായാൽ അത് പറയാനുള്ള ധൈര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ജനിച്ച കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ ശത്രുവായിട്ട് മാറുവാണ് ആ കുട്ടിയുടെ. ഇതിനെ സമൂഹത്തിൽ അവഹേളിക്കപ്പെടുന്നു, താനൊരു മോശം കഥാപാത്രമായിട്ട് മാറിയിരിക്കുന്നു എന്നൊരു ചിന്ത. കുഞ്ഞിനോട് വാത്സല്യം ഉണ്ടാകുന്നതിന് പകരം ഈ ജനിച്ച കുഞ്ഞെൻ്റെ അന്തകനായിട്ടാണ് എന്ന് കാണുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നു. അതാണ് കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനെ ജനലിലൂടെ വലിച്ചെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉണ്ട്. ഇത് ഒരു ഭാഗത്തുണ്ട്. വളരെ അപൂർവമായിട്ട് മറ്റൊരു ഭാഗത്ത് കാണുന്ന ക്രിമിനൽ കുറ്റകൃത്യങ്ങളുണ്ട്. അത് ഇങ്ങനെയുള്ള അസ്വസ്ഥതകളൊന്നുമില്ല, പക്ഷേ വേറെ ആരെയെങ്കിലും ഇഷ്ടപ്പെടുക, എന്നിട്ട് അവരുടെ കൂടെ പോകാൻ വേണ്ടി കുഞ്ഞ് ബാധ്യതയാണെന്ന് കാണുമ്പോൾ കുഞ്ഞിനെ പാറക്കെട്ടിലൊക്കെ എറിഞ്ഞു പോകുന്നൊരു കേസൊക്കെ വന്നിരുന്നു. അത് ക്രിമിനൽ കുറ്റമാണ്. പക്ഷേ എല്ലാം ഒരേപോലെ ക്രിമിനൽ കുറ്റമല്ല. ഇവിടെ നമുക്കുള്ള ബുദ്ധിമുട്ട് നമ്മുടെ നിയമം അനുസരിച്ച് എല്ലാം ഒരുപോലെ ക്രിമിനൽ കുറ്റമായിട്ട് വ്യാഖ്യാനിക്കാൻ ഇടയാകുന്നു എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ കോടതിയുടെ വിവേചനം, ഡിസ്ക്രിഷണൽ പവർ ഉണ്ടല്ലോ, അത് വെച്ച് നാളെ ശിക്ഷയിൽ നിന്നൊക്കെ ചിലപ്പോൾ അത് ഒഴിവാക്കാൻ കോടതിക്ക് കഴിഞ്ഞേക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് നിയമത്തിനകത്ത് ഭേദഗതി തന്നെ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം, പ്രീപാർട്ടം ഈ മാനസിക പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കി ഇടപെടാൻ കഴിയുന്ന രീതിയിലുള്ള നിയമങ്ങളും നിയമത്തിനകത്തൊരു പ്രൊവിഷൻ നമുക്ക് ആ രീതിയിൽ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് വസ്തുത. അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഈ അമ്മയെയും കുഞ്ഞിനെയും രക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് അവിടേക്ക് മാത്രമായിട്ട് ബംഗളൂരിൽ, അതായത് ഇന്ത്യയിൽ മാത്രം തന്നെ എന്ന് പറയുന്നത് ബംഗളൂരിൽ നിംഹാൻസ് ആണ്. അതായത് സൗത്ത് ഈസ്റ്റിൽ ഭൂഖണ്ഡങ്ങൾക്ക് മാത്രം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ബംഗളൂരിൽ കർണാടക സർക്കാർ പോലും അത് ഒരു സ്ഥലത്തേക്ക് ഇംപ്ലിമെന്റ് ചെയ്തില്ല. ആ സമയത്ത് ടീച്ചർ അവിടെ ചെല്ലുക, അല്ലെങ്കിൽ ടീച്ചർ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പഠിക്കാൻ തുടർന്നിരുന്നുവെങ്കിൽ കേരളത്തിൽ ഒരുപാട് കേസുകൾ വർദ്ധിച്ചു വരുന്നുണ്ട്. കൊറോണയ്ക്ക് ശേഷം ഡിപ്രഷൻ, അതിനെ തുടർന്ന് സൈക്കോസിസിലേക്കും ഒരുപാട് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്ന ആളുകൾ തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുന്നത്. അതും അല്പം എങ്കിലും. ഇപ്പോഴും അത് ബ്ലാക്ക് മാജിക് അതുപോലുള്ള ട്രീറ്റ്മെന്റുകളിലേക്കാണ് ആളുകൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. പലരും ഡിവോഴ്സ് ആയി പോയിരിക്കുന്നു. അപ്പോൾ ഇനി അതിനെ മറികടക്കാൻ നമുക്ക് എന്തെങ്കിലും സിസ്റ്റത്തിൽ എന്താണ് ഇനി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ഇടപെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ നിംഹാൻസിൽ മാത്രമല്ല, ഇത്തരം എന്തെങ്കിലും കേട്ടാൽ ഞാൻ എല്ലാ ഭാഗത്തും പോകുന്നൊരു സ്വഭാവം കാണിച്ചിരുന്നു. അങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മുടെ ഇംഹാൻസിനെ ആ രീതിയിലൊന്ന് വളർത്തിയെടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് അതിൻ്റെ പ്ലാനൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിനിടയിലാണ് ഈ കോവിഡും ഇതൊക്കെ വന്നത്. ഞാൻ പറഞ്ഞല്ലോ 5 കൊല്ലം എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് 2-3 കൊല്ലം ഇങ്ങനെയുള്ള ബഹളങ്ങൾക്കിടയിൽ പോയി. അപ്പോൾ നമ്മൾ കേരളത്തിൽ കഴിയുമെങ്കിൽ 2, 3, 4 റീജിയണലായിട്ടെങ്കിലും ആദ്യം തന്നെ ഈ പറയുന്നത് പോലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങണം എന്നുള്ളതാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ അത് പെടുത്തിക്കൊണ്ട് അങ്ങനെ തുടങ്ങാൻ ആവശ്യമായിട്ടുള്ളൊരു ആവശ്യകത പറയണം എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. WHO കണക്കുകൾ പ്രകാരം തന്നെ 1030 പേർക്ക് പ്രീപാർട്ടം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരുന്നുണ്ടെന്നാണ്. അപ്പോൾ തന്നെ 1003 പേർക്ക് സൈക്കോസിസ് തന്നെ വരുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇവരെ ട്രീറ്റ് ചെയ്യാൻ ഇത്രയും ഡോക്ടർമാർ നമുക്ക് പോരാ എന്നുള്ളതാണ്. ആ കാര്യം
മാഡത്തിന് ശ്രദ്ധിക്കും? അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ അന്ന് നിംഹാൻസ് ചെന്നപ്പോൾ എനിക്ക് വളരെ മനസ്സിനെ ആകർഷിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ അവിടെ വന്ന് താമസിച്ചിട്ട് പിന്നെ അവരെ ആകെ ഒരു കൗൺസിൽ ചെയ്തെടുത്ത് ഇങ്ങനെ നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുവരുന്ന അനുഭവങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ അതിന് നമുക്കിപ്പോൾ എല്ലാ ജില്ലയിലും എന്നുള്ള നിലയിൽ ആദ്യം തന്നെ തുടങ്ങാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ റീജിയണലായിട്ടെങ്കിലും അത്തരം സ്ഥാപനങ്ങൾ തുടങ്ങാനും നമ്മുടെ ഈ ഡെലിവറി പോയിൻ്റ് ഏറ്റവും നല്ല ആധുനികമായിട്ടുള്ള ഡെലിവറി പോയിൻറ്റുകളായിട്ട് പലയിടത്തും ഏറ്റവും കൂടുതൽ പ്രസംഗം നടക്കുന്ന കേന്ദ്രങ്ങളിലെങ്കിലും നമുക്ക് തുടങ്ങാൻ സാധിക്കണം. അതിനാവശ്യമായിട്ടുള്ള ആളുകളെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്താൽ അത് കുറച്ച് ഒരു ദീർഘവീക്ഷണത്തോടെ വേണം. ഞാൻ പറഞ്ഞത് നമുക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഹാൻഡ് പിക്ക് ചെയ്തെടുക്കണം. നമുക്ക് എല്ലാവർക്കും കൂടി കൊടുക്കാൻ പറ്റില്ല. നമുക്ക് കുറച്ച് പേര് എങ്ങനെയാണ് ഇതിന് ട്രെയിൻ ചെയ്തെടുക്കുക, അത് നമ്മൾ ചെയ്താൽ നമുക്ക് ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കാൻ കഴിയും. അങ്ങനെയൊരു ഒന്നുകിൽ മറ്റെവിടെയെങ്കിലും അയച്ച് ട്രെയിൻ ചെയ്തെടുക്കുക ഓൾറെഡി ഉള്ളവരെ. നമുക്ക് ഇപ്പോൾ തന്നെ സർവീസിലുള്ള പിന്നെ മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒട്ടേറെ ഡോക്ടർമാരുണ്ട്. പിന്നെ അവരെ നമുക്ക് പ്രശസ്തമായ തരം ഇംഹാൻസ് തന്നെ അയക്കാം. അവരെന്നോട് പറഞ്ഞതായിരുന്നു, ഞങ്ങൾ ട്രെയിൻ ചെയ്തോളാം എന്ന്. റെഡിയാണ് അതിന്. അതെ, അതാണ് അത് നമ്മൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ അവർ പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണെങ്കിലും അമ്മ മനസ്സിൻ്റെ തുടർച്ച ഇപ്പോഴും നടക്കുന്ന ഒരേ ഒരു സ്ഥാപനം കേരളത്തിൽ അമ്മ മനസ്സ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. അവിടെ എത്തുന്ന 100 ഗർഭിണികളിൽ 30 പേർക്ക് ഈ പ്രശ്നം ഉണ്ടെന്നുള്ള അവർ ഐഡൻറ്റിഫൈ ചെയ്ത് ദിവസം അവർ സ്ക്രീനിങ് നടത്തുന്നുണ്ട്. WHO നിർദ്ദേശിക്കുന്ന സ്ക്രീനിങ് ടെസ്റ്റ് നടത്തി അവരെ അത്തരം സൈക്കോസിസ് പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് തുടക്കത്തിലെ കണ്ടെത്തി മാറ്റുന്നു എന്നുള്ളതാണ്. ഇത് അപ്ലൈ ചെയ്യാവുന്നത് പിന്നീട് ശ്രമിച്ചിരുന്നു. തീർച്ചയായും ഞങ്ങൾ ഈ ചൈൽഡ് മോർട്ടാലിറ്റി കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അന്ന് 66 ഡെലിവറി പോയിൻ്റ് ഉണ്ടായിരുന്നത് ഗവൺമെൻറ് സെക്ടറിൽ കേരളത്തിൽ. അപ്പോൾ ആ ഡെലിവറി പോയിൻറ്റുകളിലെല്ലാം ഏർലി ഡിറ്റക്ഷൻ നടത്തണം എന്ന് പറഞ്ഞിരുന്നു. അതിൽ എല്ലാ പ്രശ്നങ്ങളും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, അതാണ് ഈ കഞ്ചനിറ്റൽ ഹാർട്ട് ഡിസീസൊക്കെ പരിശോധിക്കാൻ നമ്മൾ പറഞ്ഞത്. അപ്പോൾ എല്ലാ ഡെലിവറി പോയിൻറ്റിലും ഏർലി ഡിറ്റക്ഷൻ നടക്കണം. ആ ഏർലി ഡിറ്റക്ഷൻ്റെ കൂടെ ഈ കാര്യവും മെൻ്റൽ ഹെൽത്ത് സ്റ്റേബിളാണോ എന്നുള്ള കാര്യവും കൂടി പരിശോധിക്കണമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് കുറേശ്ശെ തുടങ്ങി, പക്ഷേ അതൊരു എല്ലായിടത്തും ഒരേപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് വളർത്തിയെടുക്കാൻ അതിനുള്ള സമയം കിട്ടിയിരുന്നില്ല. അതെ. അപ്പോൾ ഇനി അങ്ങനെ ചെയ്യണം. അത് ഏർലി ഡിറ്റക്ഷൻ നടത്തണം. മനസ്സിലാകുമ്പോൾ നമ്മൾ അതിനായിട്ടുള്ള കേന്ദ്രങ്ങൾ കണ്ടെത്തണം, അവരെ അങ്ങോട്ട് വിന്യസിക്കണം എന്നുള്ളതാണ്. നന്നായി ഒന്ന് ശ്രമിച്ചാൽ കേരളം പോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു സമൂഹത്തിൽ ഇതിനേക്കാൾ ചൈൽഡ് മോർട്ടാലിറ്റി കുറക്കാൻ സാധിക്കും. ബ്രിട്ടൻ 100 വർഷം മുമ്പ് ഇൻഫൻസൈഡ് ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് അവർ പ്രത്യേകം പറയുന്നുണ്ട്, 1 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന അമ്മമാരുടെ നിർബന്ധമായ മാനസികാരോഗ്യ നില പരിശോധിച്ച് അവരെ ചികിത്സ കഴിക്കണം, അവരെ ജയിലിലാക്കിയിരുന്നത്. പക്ഷെ നമ്മൾ 100 വർഷം കഴിഞ്ഞ്, സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വർഷം കഴിഞ്ഞ് നമ്മളിപ്പോഴും അങ്ങനെ ഒരു നിയമത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, ചിന്തിക്കാൻ പോകുന്നില്ല. നമ്മുടെ ജനപ്രതിനിധികളൊന്നും തന്നെ അത് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ നമ്മളിപ്പോഴും ഇത്തരം സൈക്കോസിസിൻ്റെ ഭാഗമായി കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അമ്മമാർ ജയിലിലെത്തിപ്പെടുന്നു, വർഷങ്ങളോളം മാനസികാരോഗ്യ പരിരക്ഷയില്ലാതെ വിചാരണ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അവരിപ്പോഴും ആ ഭയത്തിൽ ഒരു അമ്മ എന്നോട് പറഞ്ഞത് 2 ശിക്ഷയാണ് അവർ അനുഭവിക്കേണ്ടി വരുന്നത്. ഒന്ന്, കുഞ്ഞുങ്ങളെ കൊന്നതിന് ശേഷം അവർ ജീവിക്കുകയാണ് ആ ഓർമ്മ, കാരണം ഒരു ഓർമ്മയില്ലാത്ത സമയത്ത് കൊന്നിട്ട് പിന്നീട് ഓർമ്മ വരുമ്പോൾ ആ കൊന്നതിൻ്റെ വിഷമത്തിന്. രണ്ടാമത്തേത് അവരെ ജയിൽ കാത്തിരിക്കുന്നുണ്ട്, പോലീസ് ദിവസം വിളിക്കുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അത്തരം സ്ത്രീകളെ നമുക്ക് ഒരു റിഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ ആ കേസുകളിൽ നിന്നൊരു മോചനം എന്തെങ്കിലും തരത്തിൽ അവർക്ക് നമ്മുടെ സർക്കാരിൻ്റെ ഒരു രജിസ്ട്രേഷൻ ഉപയോഗിച്ച് സാധ്യമാണ്. നമുക്കിപ്പം ഈ വിമൻ ആൻഡ് ചിൽഡ്രൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണത് ജയിലിനകത്തായാലും നമുക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ സാധിക്കും. ജയിൽ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ജയിലിനകത്തായാലും അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അത് ചെയ്യണം. മറ്റൊന്ന്, നമ്മളെല്ലാവരും ഈ നിയമത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഭേദഗതി വരുത്തിക്കൊണ്ട് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ടിനും, ഒന്ന് സെൻട്രൽ ആക്റ്റാണ്, സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെടാം, ഇവിടെ നമുക്ക് അഭിപ്രായപ്പെടാം. ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വിമൻ ആൻഡ് ചിൽഡ്രൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ വെളിയിൽ നമുക്ക് ചെയ്യുന്നതിന് വിരോധമില്ല. പക്ഷേ ഒരു കേസിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും ജയിലിലായിരിക്കും. ആ സമയത്ത് അവർക്ക് ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അത് ഗവൺമെൻറ്റിനോട് നമുക്ക് ആ രീതിയിലൊരു ശുപാർശ പറയാവുന്നതാണ്. എൻ്റെ ഒരു കേസിനകത്ത് മലപ്പുറത്തെ ഒരു കുട്ടി 2ാമത് പ്രസവിച്ചപ്പോഴാണ് ആ കുട്ടി ഭയങ്കര ടയേർഡായിട്ട്, അന്ന് 28 ദിവസം കണ്ടായിട്ടുള്ളൂ. അമ്മ ആശുപത്രി കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹോർമോൺ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നതാണ്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർ ഡിപ്പ് കൊടുത്ത് വിടുകയാണ് ചെയ്യുന്നത്. പക്ഷെ അന്ന് രാത്രി ആ കുഞ്ഞിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സംഭവം. അപ്പോൾ ഡോക്ടർക്ക് ഹോർമോൺ ചേഞ്ചസ് ആണെന്ന് അറിയാം, പക്ഷേ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല.
നിംഹാൻസിലെ ഡോക്ടർമാരും പറയുന്നത് ഇപ്പോഴും ഒബ്സ്ട്രീഷ്യൻസിനോ അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റുകൾക്കോ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനോ പോസ്റ്റ്മോർട്ടം സൈക്കോസിസിനെ കുറിച്ചോ ഒരു അറിവും ധാരണയും അല്ലെങ്കിൽ ട്രെയിനിങ്ങും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതെ, ഈ ട്രെയിനിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവരെല്ലാം പഠിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് സെക്ടറിലാണെങ്കിൽ അവർക്ക് ഒരുപാട് പ്രസവങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോഴുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ അവിടെ നമ്മൾ പ്രത്യേക ഒരു ടീമിനെ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനോ ഒബ്സ്റ്ററ്റിഷ്യനോ മാത്രമായിട്ട് ഇത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ ഇതിനായി പ്രത്യേകം ട്രെയിൻഡ് ആയിട്ടില്ല. ഇപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നം വന്നാൽ ഒരുപാട് പ്രസവം നടക്കുന്ന ഹോസ്പിറ്റലിൽ ഇതിനൊരു യൂണിറ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കൺസൾട്ട് ചെയ്ത് അവിടെ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മളങ്ങനെയുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞത് വലിയൊരു ഉദാഹരണമാണല്ലോ. ഡോക്ടറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഹോർമോൺ ഡീവിയേഷൻ കൊണ്ടുണ്ടാകും. എനിവേ ഹോർമോൺ ഡീവിയേഷൻ കൊണ്ട് ഉണ്ടാവുന്നത് തന്നെ സൈക്കോ പ്രശ്നങ്ങളാണ്. അതിന് മാനസികമായിട്ടുള്ള ചിന്തയാണ് ഹോർമോൺ ഡീവിയേഷൻ കൊണ്ട് വരുന്നത്. അതുകൊണ്ട് ഹോർമോൺ സ്റ്റേബിൾ ആവാനുള്ള മെഡിസിൻ മാത്രം പോരാ, മനസ്സ് സ്റ്റേബിൾ ആവാനുള്ള കൗൺസിലിങ്ങും കൂടി വേണം എന്നുള്ളതാണ്. ശാശ്വതമായ പരിഹാരമില്ലാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന് ഈ രോഗത്തെക്കുറിച്ച് സ്വാനുഭവമുള്ളവർക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ അത് ആർജവത്തോടെ നടപ്പിലാക്കണമെങ്കിൽ നോർമൽ ആയവരെ മാത്രമല്ല അബ്നോർമലായി പോയവരെയും ചേർത്ത് പിടിക്കാൻ മനസ്സുള്ള അധികാരികൾ കൂടെ ഉണ്ടാകണം. ക്യാമറമാൻ രതീഷ് കട്ടേലൊക്കൊപ്പം ഫൗസിയ മുസ്തഫ, ന്യൂസ് മലയാളം.